സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ പ്രഭാതം കാണുവാൻ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ നൽകി തന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്താണ്? എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. കുട്ടികളാണെങ്കിൽ അവർക്ക് പഠനകാര്യത്തിലുള്ളതായ ഉത്തരവാദിത്തങ്ങൾ, അവരുടെ അസൈൻമെൻറ്റ് തയ്യാറാക്കുക, അവരുടെ മറ്റ് ഹോംവർക്കുകൾ ചെയ്യുക, പരീക്ഷയ്ക്ക് വേണ്ടിയുള്ളതായ പഠനം നടത്തുക. അങ്ങനെ കുട്ടികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അനേക ഉത്തരവാദിത്തങ്ങൾ അവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ജോലി ചെയ്യുന്നവർക്കൊക്കെ അവരവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. കുടുംബസ്ഥരാണെങ്കിൽ കുടുംബത്തിൻ്റേതായിട്ടുള്ള അനേക ഉത്തരവാദിത്തങ്ങളുണ്ട്. അതെല്ലാം യഥോചിതം യഥാസമയം അവർ നിറവേറ്റേണ്ടത് ആവശ്യമാണ്. അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്താണ്? ദൈവവചനം പറയുന്നത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് തന്നെയാണ്. ദൈവത്തെ ആരാധിക്കുവാൻ എല്ലാവർക്കും സാധിക്കണം. കാരണം അത്യുന്നതനായ ദൈവം നമ്മുടെ സ്രഷ്ടാവാണ്. സകല ചരാചരങ്ങളെയും ഉളവാക്കിയത് വലിയവനായ ദൈവമാണ്. നാം ഈ കാണുന്ന അഖിലാണ്ടത്തെ മുഴുവനായി സൃഷ്ടിച്ചത് വലിയവനായ ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ടെങ്കിലും, നാം എന്തെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഉപരിയായി വലിയവനായ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി അവശേഷിക്കുന്നു. വിശുദ്ധ ബൈബിൾ നാം പരിശോധിക്കുമ്പോൾ അതിൻ്റെ ആദിമ പുസ്തകം മുതൽ ആരാധനയെ സംബന്ധിച്ച് കാണുവാൻ സാധിക്കും. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന അപ്രമേയനായ ദൈവത്തെ നാം ആരാധിക്കേണ്ടത് ആവശ്യമാണ്. വാസ്തവത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയാണ്? ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ദൈവം നമുക്ക് ചെയ്ത സകല ഉപകാരങ്ങളും ഓർത്തുകൊണ്ട് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ ആരാധന. ദൈവത്തിൻ്റെ വലിപ്പം കണ്ടുകൊണ്ട്, ദൈവത്തിൻ്റെ മഹത്വം കണ്ടുകൊണ്ട്, ദൈവമുഖത്തേക്ക് നോക്കി ആ ദൈവം നമുക്ക് ചെയ്ത സകല ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പൊങ്ങി വരുന്ന സ്തുതിസ്തോത്ര ബഹുമാനാദികളാണ് വാസ്തവത്തിൽ ആരാധന എന്ന് പറയുന്നത്. ഇത് ബാഹ്യമായ ഒരു ചടങ്ങല്ല. എന്തെങ്കിലുമൊക്കെ നാം ബാഹ്യമായി ചെയ്തിട്ട് ഇത് ആരാധനയാണ് എന്ന് സമർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ആരാധന വാസ്തവത്തിൽ നടക്കുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഉൾക്കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തെ കാണുവാനോ ദൈവത്തിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ട് വലിയവനായ ദൈവത്തിൻ്റെ മഹത്വം നാം കാണണം. അപ്പോഴാണ് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുന്നത്. ഈ വലിയവനായ ദൈവത്തിൻ്റെ അരികിൽ ഇങ്ങനെ ചെന്ന് നിൽക്കുവാനൊന്നും നമുക്ക് സാധ്യമല്ലായിരുന്നു. കാരണം നാം എല്ലാവരും പാപികളാണ്. പാപികളായ ഈ മനുഷ്യർക്ക് എങ്ങനെയാണ് ദൈവത്തിൻ്റെ അരികിൽ ചെല്ലുവാൻ സാധിക്കുക? കർത്താവായ യേശുക്രിസ്തു എന്ന ഏക മധ്യസ്ഥനിലൂടെ ദൈവം ഒരുക്കിയ അനുഗ്രഹിക്കപ്പെട്ട വഴിയിലൂടെ കടന്ന് കർത്താവിൻ്റെ അരികിൽ ചെന്ന് നിൽക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നു. ഇതുതന്നെയാണ് ദൈവം നമുക്ക് ചെയ്ത ഏറ്റവും വലിയ ഉപകാരം. അതുകൊണ്ട് ആ ഉപകാരത്തെ ഓർമ്മിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് രാജാവ് പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഇങ്ങനെ വലിയവനായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിലൂടെ ചെയ്ത വലിയ ഉപകാരത്തെ ഓർമ്മിച്ചുകൊണ്ട് ആരാധിക്കുന്നതാണ് യഥാർത്ഥ ആരാധന. അതായത് ചുരുക്കമായി പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം കണ്ടുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വലിയ രക്ഷണ്യവേലയാണ് ഇതെന്ന് മനസ്സിലാക്കി നമുക്ക് വേണ്ടി സകല വേദനയും സഹിച്ച, മരണവേദന അനുഭവിച്ച, നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ട് പിതാവാം ദൈവത്തോട് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദി പറയുമ്പോഴാണ് വാസ്തവത്തിൽ അത് ആരാധനയാകുന്നത്. ആരാധനയുടെ ഏറ്റവും ഉന്നതമായ പടി എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെ ഓർമ്മിപ്പിക്കുന്നതായ അപ്പത്തിൽ നിന്ന് പങ്കാളിയായി തീരുകയും നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ട പരിപാവനമായ രക്തത്തെ ഓർമ്മിപ്പിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് പങ്കാളിയായി തീരുകയും ചെയ്ത് ദൈവത്തിന് നന്ദി പറയുന്നതാണ് വാസ്തവത്തിൽ ആരാധനയുടെ ഏറ്റവും ഉന്നതമായ പടി. അതിന് താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവമകൻ, ദൈവമകൾ എന്നുള്ള പദവിയിലേക്ക് ഉയർന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ താങ്കൾക്ക് ഇടയാകട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഉഷസ്സിന്റെ വാതായനങ്ങൾ തുറക്കുമ്പോൾ ദൈവിക ശബ്ദത്തിന്റെ മാറ്റൊലിയുമായി സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. ഹല്ലേലൂയാ സ്തോത്രം, ഹല്ലേലൂയാ സ്തോത്രം, വല്ലഭനാമൻ രക്ഷകനേശുവിന്.
ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, വല്ലഭനാമൻ രക്ഷകനേശുവിന്. എല്ലാ നാവും പാടിയിടും, മുഴങ്കാൽ മടങ്ങിയിടും, യേശുരാജനെ ആരാധിച്ചിടും. എല്ലാ നാവും പാടിയിടും, മുഴങ്കാൽ മടങ്ങിയിടും, യേശുരാജനെ ആരാധിച്ചിടും. ആരാധിപ്പാൻ യോഗ്യൻ, സ്തുതികളിൽ വസിക്കും, ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ, സ്തുതികളിൽ വസിക്കും, ആത്മനാഥനെ ആരാധിച്ചിടാം.